സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ച നിലയിൽ. മൂന്നാർ ചെക്കനാട് എസ്റ്റേറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ കന്നിമല സ്വദേശി രാജാപാണ്ഡെയാണ് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എറണാകുളം ഊന്നുകലിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. കൊലപാതകം. എറണാകുളം കുറുപ്പുംപടി സ്വദേശി ശാന്തയാണ് മരിച്ചത്. തലയ്ക്ക് പിന്നിലിട്ട ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. ശാന്തയുടെ ഒരു സുഹൃത്തിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. മോഷണ ശ്രമത്തിനു ശേഷം കൊലപ്പെടുത്തിയെന്നാണ് നിഗമനം. ശാന്തയുടെ ഒരു കമ്മൽ ചെവിയിൽ നിന്നും പറിച്ചെടുത്ത നിലയിലായിരുന്നു. കായംകുളത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ച നിലയിൽ. കായംകുളം സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥിനിയും കൃഷ്ണപുരം സ്വദേശിനിയായ 14-കാരി ആരാധ്യയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ +1 വിദ്യാർത്ഥികളുടെ റാഗിങ്ങും ആക്രമണവും. കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് 12-കാരനെ റാഗ് ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തത്. പടിഞ്ഞാറത്തറ സ്വദേശിയായ കുട്ടിയെ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. കൽപ്പറ്റ NSS സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. മകനെ സംഘം ചേർന്ന് തലയ്ക്ക് അടിക്കുകയായിരുന്നുവെന്ന് മാതാവ് പറഞ്ഞു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഹംലത്തിനെ കൊലപ്പെടുത്തിയത് അബൂബക്കർ അല്ല, മോഷ്ടിക്കാനായി കയറിയ അയൽവാസി ദമ്പതികൾ. തോട്ടപ്പള്ളി ഒറ്റപ്പനയിൽ തനിച്ചു താമസിച്ചിരുന്ന സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി. ചെമ്പകപ്പള്ളി ഹംലത്തിനെ കൊലപ്പെടുത്തിയത് ഇവരുടെ അയൽപ്പക്കത്ത് മുമ്പ് വാടകയ്ക്ക് താമസിച്ചിരുന്ന മോഷണ കേസുകളിലെ പ്രതിയും അയാളുടെ ഭാര്യയുമാണെന്ന് പോലീസ് കണ്ടെത്തി. കേസിൽ ഹംലത്തുമായി അടുപ്പമുണ്ടായിരുന്ന പ്രദേശവാസി അബൂബക്കറിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അബൂബക്കർ സ്ത്രീയുടെ വീട്ടിൽ വന്നിരുന്നെങ്കിലും ഇയാൾ മടങ്ങിയ ശേഷമാണ് കൊലപാതകം നടന്നത്. അർദ്ധരാത്രിക്ക് ശേഷം മോഷ്ടാവും ഭാര്യയും മോഷണത്തിനായി ഇവിടെ എത്തി. ശബ്ദം കേട്ട് ഹംലത്ത് ബഹളമുണ്ടാക്കിയപ്പോൾ മോഷ്ടാവിന്റെ ഭാര്യ കാലുകളിൽ ബലമായി പിടിച്ചു നൽകുകയും ഭർത്താവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. അലമാരയിലുണ്ടായിരുന്ന കമ്മലും ഹംലത്തിന്റെ മൊബൈൽ ഫോണും ഇവർ കൈക്കലാക്കി. സ്ഥലത്ത് മുളകുപൊടി വിതറിയ ശേഷം ഇവർ കടന്നു കളയുകയായിരുന്നു. പിന്നീട് ഈ ഫോണിൽ മറ്റൊരു സിം കാർഡ് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നത് കണ്ടെത്തിയതോടെയാണ് പ്രതികൾ കുടുങ്ങിയത്.